ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുടെ എത്ര ടേസ്റ്റിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താലും നെയ്യ് ചേരുമ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താലും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കി കൊടുത്തു നോക്കിക്കോ. ഹായ് ചങ്കേളെ, എല്ലാവർക്കും മഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് മടി പിടിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഉപ്പുമാവ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും നെറ്റ് ചുളിഞ്ഞില്ലേ? എന്നാൽ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റിലും ഉപ്പുമാവ് കുഴഞ്ഞു പോവാതെയും സോഫ്റ്റായി കിട്ടുവാൻ വേണ്ടിയുള്ള ടിപ്സും കൂടെയാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴുണ്ടല്ലോ 1 കപ്പ് റവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്നത് വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, ആ എണ്ണയിലിട്ട് ഒന്നും കൂടെ വറുത്തെടുത്താൽ മതിയേ. നമ്മൾ സാധാരണ ചൂടായ ഫ്രൈ പാനിൽ റവ വറുത്തെടുക്കാറാണ് പതിവ്. എന്നാൽ ഇനി നിങ്ങൾ റവ വറുക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അതിൽ റവ വറുത്തെടുത്ത് നോക്കിക്കോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരല്പം വെള്ളം കൂടി പോയാലും നമ്മൾ എണ്ണയിൽ വറുത്ത റവയാണ് ചേർക്കുന്നെങ്കിൽ റവ കുഴഞ്ഞു പോകത്തതുമില്ല, കട്ട പിടിക്കത്തതുമില്ല. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന റവയൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ ഒരു മണമൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പുമാവ് നെയ്യിൽ തന്നെ തയ്യാറാക്കണേ. നമ്മൾ എത്ര ടേസ്റ്റിൽ ഉപ്പുമാവ് തയ്യാറാക്കി കൊടുത്താലും ചിലവരൊന്നും ഒട്ടും കഴിക്കാറില്ല. എന്നാൽ ഇനി നിങ്ങളുടെ വീട്ടിൽ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോഴുണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കി കൊടുത്തു നോക്കിക്കോ. ഉപ്പുമാവ് ഒട്ടും കഴിക്കാത്തവരും ഒരു തവണ ഒന്ന് കഴിച്ചു നോക്കും. കാരണം നെയ്യ് ചേരുമ്പോൾ ആ ഉപ്പുമാവിന് നല്ല സോഫ്റ്റും നല്ല മണവും നല്ല രുചിയും കിട്ടും. അഥവാ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. നെയ്യൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകവും കടുകും റെഡിയായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു 7-8 ചെറിയ ഉള്ളി നെടുവേ പൊളന്നതും. ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2 വറ്റൽ മുളകും നെടുവേ മുറിച്ചതും, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ഞുറുക്കിയെടുത്തതാണ്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ക്യാരറ്റും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായി വാടി വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ ഉപ്പുമാവ് തുരുതുരായിരിക്കും. നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ 1/4 മുതൽ 1.5 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുത്ത് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് ഇതിനെ തിളപ്പിച്ചെടുക്കണം.
ഇപ്പോഴിതാ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത്, തേങ്ങ ആദ്യമേ ചേർക്കാൻ നിൽക്കണ്ട കേട്ടാ, ഈ സമയം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. തേങ്ങയും വെള്ളവും കൂടെ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ എണ്ണയിൽ വറുത്തെടുത്ത റവ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കൂല കേട്ടാ. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയേ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിന്റെ റെസിപ്പിയാണിത്. ഇതേ രീതിയിൽ നിങ്ങൾ ഒരു തവണ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും. ഇനി നമുക്ക് ആ ഉപ്പുമാവിനെ ഒന്നും തട്ടിക്കൂട്ടി വെച്ചിട്ടേ ഇനി ഇതിന്റെ മുകളിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയും നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് മുതൽ ഒരു 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ലപോലെ വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ ഉപ്പുമാവ് ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോവാതെയും നല്ല തുറാന്ന് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ് കഴിക്കാൻ. ഇതുപോലെ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് കൂടെ കുഴഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ആക്കി എടുത്താൽ മതിയേ. നോക്കിയേ, നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കാണാൻ എന്ത് മനോഹരം നോക്കിയേ. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഒരു കട്ടൻ ചായ മാത്രം മതി. പഴമോ വേറെ കറിയോ ഒന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആണ്. ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ വീണ്ടും കാണുവാൻ വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മർഫിൻ. ബൈ ബൈ.